അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളുടെ ജീവിത വിജയം എന്നത്. എന്നാൽ അധികം ആളുകളും ആഗ്രഹം മാത്രവും അതിനുള്ള പരിശ്രമം ഇല്ലാതെ ജീവിച്ചു തീർക്കുകയാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വാസം ഇല്ലാതെയും മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ട് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞു നടക്കുകയുമാണ് കൂടുതൽ ആളുകളും. അതുപോലെ തന്നെ എൻ്റെ നിറത്തിലും സൗന്ദര്യത്തിലുമാണ്, അല്ലെങ്കിൽ അവൻ്റെ നിറത്തിലും സൗന്ദര്യത്തിലുമാണ്, അതുപോലെ തന്നെ പണവും, അവൻ്റെ കയ്യിൽ അധികം പണവും പദവിയുമുണ്ട്, എനിക്കതില്ല എന്നും പറഞ്ഞു നടക്കുന്നവർ. നമ്മളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഒപ്പം തന്നെ വരും. ഇത് കേൾക്കുമ്പോൾ, ഈ കാര്യം പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ആ കഥ ഞാനിപ്പോൾ പറയാം. ഒരിക്കൽ ഒരു കാക്ക ആകാശത്തിലൂടെ പറന്നു സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ പറന്നു പോയി ഒരു പുഴയുടെ അടുത്തെത്തി. ആ പുഴയിൽ ഒരു അരയന്നം നീന്തി പോവുകയായിരുന്നു. അപ്പോൾ ആ കാക്ക അരയന്നത്തിൻ്റെ അടുത്തേക്ക് പോവുകയും അരയന്നത്തിനോട് ചോദിച്ചു, അരയന്നമേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ, ഏറ്റവും ഭംഗിയുള്ള പക്ഷിയും. ഞാൻ എന്തൊരു ഗതികെട്ട പക്ഷിയാണ്, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. അപ്പോൾ അരയന്നം പറഞ്ഞു, ഈ അതേ ചോദ്യം തന്നെയാണ് ഞാൻ തത്തമ്മയെ കണ്ടപ്പോൾ ചോദിച്ചത്. ആ കേട്ട നിമിഷം കാക്ക തത്തമ്മയെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങി. അങ്ങനെ കാക്ക തത്തമ്മയെ അന്വേഷിച്ച് പോയി അവസാനം ഒരു പാടത്തിൻ്റെ വക്കിൽ വെച്ച് തത്തമ്മയെ കണ്ടുമുട്ടി. അങ്ങനെ തത്തമ്മയോട് ചോദിച്ചു, അല്ലയോ തത്തമ്മേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പക്ഷി നീയാണല്ലോ, നിന്നെ കാണാൻ എന്തൊരു ഭാഗ്യമാണ്. പക്ഷേ എന്നെ കാണാൻ ഒരു ഗതിയുമില്ലാത്ത പോലെ, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലല്ലോ എന്ന് തത്തമ്മയോട് കാക്ക പറഞ്ഞു. അപ്പോൾ തത്തമ്മ പറഞ്ഞത്, എന്നെക്കാളും ഭംഗിയുള്ളത് മയിലിനാണല്ലോ എന്ന് തത്തമ്മ പറയുകയുണ്ടായി. ആ സമയം തന്നെ മയിലിനെ അന്വേഷിച്ച് കാക്ക പോവാൻ തുടങ്ങി. കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, എവിടെയും മയിലിനെ കാണുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഒരു കൂടിൻ്റെ ഉള്ളിൽ, അതായത് കുറേ പക്ഷികളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടിനുള്ളിൽ മയിലിനെ കാണുകയുണ്ടായി. അങ്ങനെ മയിലിൻ്റെ അടുത്തേക്ക് ഈ കാക്ക പോയി. എന്നിട്ട് കാക്ക മയിലിനോട് ചോദിച്ചു, മയിലേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പക്ഷിയാണ് നീ, നിന്നെ കാണാൻ എന്തൊരു ഭാഗ്യം തോന്നുന്നു, എന്നെ കാണാൻ ഒരു ഗതിയുമില്ലാത്ത പോലെ, ഒരു ഭംഗിയുമില്ല, നീ എന്തൊരു ഭാഗ്യവാദിയാണ് എന്ന് മയിലിനോട് ചോദിച്ചു. അപ്പോൾ മയിൽ പറഞ്ഞത്, എന്നെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് ഇവരെന്നെ പൂട്ടിയിട്ട് ബന്ധനസ്ഥയാക്കിയിരിക്കുകയാണ്. എന്നാൽ നീ ഇങ്ങനെ ആകാശത്തിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം പറന്നു നടക്കുകയല്ലേ. ഞാൻ നിന്നെ കാണുമ്പോഴൊക്കെ നീയായി ജനിച്ചാൽ മതി എന്ന് ഞാൻ പല വട്ടങ്ങളിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിനക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത്. അതായത് ഈ കഥയിൽ പറയുന്നത് ഭംഗിയിലൊന്നും അല്ല, അതായത് സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ കഥയിലെ ആശയം എന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.